ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്കായിരിക്കും നമ്മുടെ ആമസോൺ സെയിലും സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന ടോപ്പ് 3 ടാബ്ലറ്റ്സ് അണ്ടർ 25,000 ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ നമ്പർ 1 ആയിട്ട് വരുന്നത് നമ്മുടെ സാംസങ് ടാബ് S9 FE തന്നെയാണ്. അപ്പോൾ ഇതാണ് സംഭവം. കിഡിലൻ ടാബാണ്. ഞാൻ പക്ഷേ റെക്കമെൻഡ് ഇത് 19,000 രൂപയാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നോർമൽ പ്രൈസ് 34,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 40% ഒക്കെ ഡിസ്കൗണ്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രൈസിന് കിടിലൻ സംഭവമാണ്. പെർഫോമൻസ് വൈസും സംഭവമൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പക്ഷേ ഗെയിമിങ്ങിനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മുടെ റെഡ്മി ഷയോമി പാഡ് 6ഉം ഇപ്പോൾ ഓൾമോസ്റ്റ് 19,999 തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹോണറിൻ്റെ ഒരു ടാബ് വരുന്നുണ്ട് 25,000 രൂപയ്ക്കും. അതും നല്ല കിടിലൻ പെർഫോമൻസ് വരുന്ന ഒരു ടാബ് തന്നെയാണ്. പിന്നെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഐപാഡ് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ ഐപാഡ് ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ അതും ഓൾമോസ്റ്റ് 19,000 രൂപയ്ക്ക് ആ റേഞ്ചിൽ തന്നെ നമുക്കിപ്പോൾ ഓഫർ പ്രൈസിൽ വരുന്നുണ്ട്. ഐപാഡ് 10 ജനറേഷൻ ആണെങ്കിൽ നമുക്കൊരു 28 ആ റേഞ്ചിലൊക്കെ നമുക്ക് പ്രൈസിൽ വരുന്നുണ്ട് കേട്ടോ. ഐപാഡ് 10th ജനറേഷൻ നിങ്ങൾക്കൊരു iOS-ത്തെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി 2 ദിവസം മുമ്പ് അതിൻ്റെ ഒരു പോസ്റ്റും സംഭവം കിട്ടണത് ഒരു യെല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതാണ്, നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. ആ സെയിം സാധനം തന്നെയാണ്. പക്ഷേ അതാവുമ്പോൾ നിങ്ങൾക്ക് പെന്നൊക്കെ എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 32-33 ഒക്കെ വരും. അല്ല 40 റേഞ്ചിൽ വരും. അപ്പോൾ സാംസങ്ങിൻ്റെ ടാബ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ പോലെ തന്നെ ഇൻബിൽഡായിട്ട് നമുക്ക് ഇതിൻ്റെ പെന്നും ഇതിൽ തന്നെ ഉണ്ടായിരിക്കും കണ്ടോ. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഒക്കെ കിടലുണ്ടാണ്. ഇത് സാംസങ്ങിൻ്റെ തന്നെ ഒരു എന്താ പറയുക ഇതാണ് കേട്ടോ, കവറാണ് കണ്ടോ, മാഗ്നറ്റിക് കവറാണ്. രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഉരുടുക്കാൻ പറ്റും. അപ്പോൾ അത് അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ IP68 റേറ്റിംഗ് ഉള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ ഇതിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ 1 വെക്കുന്നത് S9 FE ടാബ്ലറ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 8GB വേരിയൻ്റാണ്. 6GB ആയാലും നോർമൽ യൂസിനൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഗെയിമിങ്ങൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, ഓൾറെഡി കൊടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് സിമിലറാണ് S9. ഇപ്പോൾ എൻ്റെ S9 ടാബാണ്. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലറാണ്. നമുക്ക് ഈ കേസൊക്കെ ഓൾമോസ്റ്റ് രണ്ടെണ്ണത്തിലും ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് സെയിം സംഭവമൊക്കെയാണ്. അതേപോലെ തന്നെ ക്യാമറ പെർഫോമൻസും കിടലാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ക്യാമറ കാണിച്ചു തരാം. അതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഞാൻ കണ്ടോ, ഇതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സെൽഫി ഇതിൽ സെൻറ്ററിലാണ് കേട്ടോ സെൽഫി വരുന്നത്. ഇതിൽ ഞാൻ ടെമ്പർ ഗ്ലാസ് പറഞ്ഞ് ഒട്ടിച്ചിട്ടുണ്ട്. അത് കാരണം ചെറിയ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മുടെ ഇതിന്. പക്ഷെ എന്നാലും പ്രോബ്ലങ്ങളൊന്നും ഇല്ല, സുഖമായിട്ട് തന്നെ ഉണ്ടോ. ഇതാണ് ഫ്രണ്ട് ക്യാമറ. ഫ്രണ്ട് ക്യാമറയും കുഴപ്പമില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. കണ്ടോ, ലൈറ്റ് നമ്മുടെ വിളിക്ക് വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റിയർ ക്യാമറ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ക്വാളിറ്റി തരുന്നുണ്ട് റിയർ ക്യാമറ. അതുപോലെ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റും സംഭവങ്ങളൊക്കെ ഇതിൽ കിട്ടും. നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി 1 UI കാര്യം നിങ്ങൾക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്ഡേറ്റും കറക്റ്റ് സംഭവമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പെൻ ന്യൂസ് വരുന്നുണ്ട് കണ്ടോ, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ വരുന്നേക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാ 2 മാസമാണ് നമുക്ക് അപ്ഡേറ്റ് സംഭവമൊക്കെ വരിക. ഇതിലിപ്പോൾ വന്നേക്കുന്നത് അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ആണോ ലാസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് വന്നേക്കുന്നത് കണ്ടോ, ജൂലൈ അപ്ഡേറ്റ്. അപ്പോൾ അതിൽ വന്നേക്കുന്നത് ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഈ മാസം എനിക്ക് തോന്നാൻ വരുന്നുണ്ട്. അത് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇതിൽ ആക്ച്വലി AI ഫീച്ചേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ S9 ടാബ്ലറ്റ് എടുക്കേണ്ടി വരും. S9 FE ഇല്ല, AI ഫീച്ചേഴ്സും സംഭവമൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് മാത്രം. പിന്നെ ഞാനിത് 6GB വേരിയൻ്റ്. അപ്പോൾ ഇതും പെർഫോമൻസ് വൈസും സംഭവമൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്ഡേറ്റ് ഒന്നും ഇല്ല എന്നുണ്ട്. അല്ലെങ്കിൽ ഇത്ര നേരം എടുക്കാറില്ല നോർമലി. പിന്നെ ബാറ്ററി ബാക്കപ്പ് കിടിലെന്ന് തന്നെ പറയുന്നത്. ഒരു 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഏത് PD ചാർജിങ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത് കണ്ടോ, അപ്ഡേറ്റ് ഒന്നും ഇല്ല കണ്ടോ. അപ്പോൾ തിരിച്ചു വന്നതാണ്. ഇപ്പോൾ നമുക്ക് 6GB വേരിയൻ്റിലാണ് വരുന്നത്. അപ്പോൾ 6GB നമുക്ക് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു 2000 ആവറേജ് യൂസ് നോക്കിയാൽ മതിയില്ല. നിങ്ങൾ ഭയങ്കര ഹെവി യൂസ് ആയിട്ട് നോക്കരുത്. ഹെവി യൂസിന് എന്തായാലും ഞാൻ 6GB റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്കത് ഓൾറെഡി അറിയായിരിക്കും. നമ്മുടെ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഭയങ്കര ഹെവി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൽ RAM പ്ലസ് എന്നൊരു ഫീച്ചർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ 4GB 6GB 8GB ഒക്കെ നമുക്ക് മെമ്മറിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലുണ്ടോ ഓൾമോസ്റ്റ് 6GB 2GB വേരിയൻ്റ് നമുക്ക് 2GB ഫ്രീ വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 1.5GB ഒക്കെ നമുക്ക് ബാക്കിയായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ 128GB വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 105GB ഇൻബിൽഡ് സ്റ്റോറേജും കിട്ടും. പിന്നെ നമുക്ക് ഇതിൽ SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഞാനിതിൽ SD കാർഡ് ഇട്ടിട്ടുണ്ട്. അത് വേറെ കാര്യം. നമുക്ക് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് 128GB തന്നെ SD കാർഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ഒരു പ്ലസ് പോയിന്റും ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കിഡിലൻ പ്രൈസിന് ഫിംഗർ പ്രിൻറ്റ് വിട്ടിടാം. ഫിംഗർ പ്രിൻറ്റും നല്ല ഫാസ്റ്റാണ്. ഉണ്ടോ, കിഡിലൻ ഫിംഗറും നല്ല ഫാസ്റ്റാണ്. അപ്പോൾ അതൊന്നും ഒരു ഇഷ്യൂ ഇല്ല.
നല്ല നല്ല ബെസ്റ്റ് പ്രൈസ് സംഭവം തന്നെ. ഞാൻ ആക്ച്വലി ഈ സാധനം വന്ന് വാങ്ങിച്ചത് 30, 28, 50 രൂപയ്ക്ക് സംതിങ് ആണ്. അതാണ് ഇപ്പോൾ ഓഫറിൽ. ഇത് ഇത്ര കാലം 34 രൂപ തന്നെ ആയിരുന്നു കേട്ടോ, അല്ലാണ്ട് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞൊന്നുമല്ല. ഈ സാധനത്തിന് മാത്രമായിട്ട് ഇപ്പോൾ കുറഞ്ഞേക്ക് എന്താ 20,000 രൂപ. അത് ഇനിയിപ്പോൾ ഈ സെയിൽസ് കഴിഞ്ഞാൽ ആദ്യം നോർമൽ പ്രൈസിന് പോകും. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും വെറുത്താണ്, വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രം പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.